ഫ്രീ ഏണിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ സത്തോഷി ആപ്ലിക്കേഷനിൽ മൈൻ ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കുകയും ചെയ്ത ഒന്നാണ് ഹെവൻ 1 H1 എന്ന് പറയുന്ന ടോക്കൺ. അപ്പോൾ നമ്മൾക്ക് ടെസ്റ്റ് നെറ്റിൽ പങ്കെടുത്ത ടോക്കൺസ് ഇപ്പോൾ ലിസ്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം അതിൻ്റെ വിഡ്രോയുടെ അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ക്രിപ്റ്റോ റാങ്ക് എന്ന് പറയുന്ന ഒരു നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് പോലെ അതിൽ നിന്നുള്ള ഒരു ഡീറ്റെയിൽ ആണ് ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇവർ വന്നിട്ട് ടോട്ടൽ ഒരു 4.5 മില്യൺ ഫണ്ട് റൈസ് IDOയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് സെയിലിൽ അല്ലാതെ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 9.25 മില്യൺസ് ഫണ്ട് റൈസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ ഇവർ വന്നിട്ട് IDOയിൽ 0.05-നാണ് ഇത് സെല്ല് ചെയ്തിരിക്കുന്ന. ഒരു 30 ലക്ഷത്തോളം ടോക്കൺ സെല് ചെയ്തിട്ടുണ്ട്. ICOയിൽ ഇവർ സെല്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ സെല്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇവർക്ക് കംപ്ലീറ്റ് അൺലോക്ക് ചെയ്യുന്നില്ല. ഈ എത്ര സെല്ല് ചെയ്താൽ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 25% ഇതിൽ അൺലോക്ക് ആകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ ഇതിൽ അൺലോക്ക് ആയാൽ 10% അങ്ങനെയൊക്കെയാണ് അൺലോക്ക് ആകുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇതിൽ വന്നിട്ട് ഇനിഷ്യൽ ഫണ്ട് വാല്യൂ വന്നിട്ട് ഒരു 100 മില്യൻ്റെ ഫണ്ട് ഒരു ഇനിഷ്യലായിട്ട് കൊടുക്കുന്നു. ടോട്ടൽ 2 ബില്യനാണ് സപ്ലൈ. അപ്പോൾ ഞാൻ ടോട്ടൽ ഒരു കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇതിൽ വന്നിട്ടൊരു 100 മില്യൺ അല്ലെങ്കിൽ ഒരു 200 മില്യൺ കോയിൻസിന് മേളിൽ മാർക്കറ്റിൽ വരുന്നില്ല. അപ്പോൾ 200 മില്യൺ കോയിനാണ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഉദ്ദേശം ഒരു $1 വാല്യൂ വരണം എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച്. അപ്പോൾ അതൊക്കെയാണ് ഈ ഡാറ്റ. ഇതിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ടോട്ടലി 2 എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ആകുന്നത്. ഇതിലിപ്പോൾ KuCoin നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് ഇതിൻ്റെ പിന്നാലെ ഒരു വീഡിയോ വരുന്നുണ്ട്. KuCoin എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, KYC ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് H1-ൻ്റെ ഈ ഒരു ഡീറ്റെയിൽ എല്ലാം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്. എന്തായാലും ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞാൻ ടെലഗ്രാമിൽ വാട്സപ്പിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തതിന് ശേഷം ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തതിന് ശേഷം നേരെ പോകേണ്ടത് മെറ്റാമാസ്കിലേക്ക് പോകണം. അപ്പോൾ ഞാൻ നേരെ മെറ്റാമാസ്കിലേക്ക് പോവുകയാണ്. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. മെറ്റാമാസ്കിലാണ് നമ്മൾ ഈ ടെസ്റ്റ് നെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുകയും അതോടൊപ്പം തന്നെ ഈ സത്തോഷിയിൽ ജോയിൻ ചെയ്യുക ചെയ്തവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ കാര്യം ചെക്ക് ചെയ്യുക. കാരണം ഇതിൻ്റെ ടെസ്റ്റ് നെറ്റ് നടന്ന ടൈമിൽ ഞാൻ ഇതിൽ ടെസ്റ്റ് നെറ്റിൽ പങ്കെടുത്തു. പക്ഷേ ഇതിൽ വന്നിട്ട് എനിക്ക് ടെസ്റ്റ് നെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതിൽ ഫേസ് വെരിഫിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. ആ ഫേസ് വെരിഫിക്കേഷനൊന്നും എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എങ്കിലും എനിക്ക് കോയിൻ അലോക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക, ബ്രോഷർ ക്ലിക്ക് ചെയ്യുക. ബ്രോഷർ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ എന്ത് പറയുക, ആ ലിങ്ക് എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം വാലറ്റ് കണക്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ലിങ്ക് പേസ്റ്റ് ചെയ്തു. വാലറ്റ് കണക്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഞാൻ ഒരു 7 പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് എൻ്റെ വാലറ്റ് കണക്റ്റ് ആയത്. ഇപ്പോൾ എൻ്റെ വാലറ്റ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട് ക്ലെയിമിംഗ് സ്റ്റാർട്ട് 1 ഡേ 19 മണിക്കൂർ 24 മിനിറ്റ്. ഇത് കഴിഞ്ഞ് ക്ലെയിമിംഗ് സ്റ്റാർട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ചെക്ക് എലിജിബിലിറ്റി, ഇവിടെ എലിജിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പണായി വരും. കൺഗ്രാജുലേഷൻസ്, യു ആർ എലിജിബിൾ. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്കൊരു 266 ടോക്കൺ എനിക്കിപ്പോൾ എലിജിബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാം. ക്ലെയിം ചെയ്തില്ല എങ്കിൽ എന്താ പറയുക, ഒരു 3.5 ഇരട്ടിയായിട്ട് 933 ടോക്കണായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മെറ്റാമാസ്ക് വാലറ്റിലേക്കാണ് ഇത് വിഡ്രോ വന്നിരിക്കുന്നത്. ഇതിന് ഗ്യാസ് ഫീ ആയിട്ട് എത്തേറിയം കൊടുക്കണമോ, ഇനി കോർ കൊടുക്കണമോ, എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ചെക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും നിങ്ങൾ വാട്സാപ്പിലോ ടെലഗ്രാമിലോ ഒക്കെ അപ്ഡേറ്റ് ആയിരിക്കുക. അനൗൺസ്മെൻറ്റ് വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ വിഡ്രോ ഓപ്പൺ ആകുന്നതിനനുസരിച്ച് എന്താണ് ഗ്യാസ് ഫീ കൊടുക്കേണ്ടത് അത് ഞാൻ പറയും. നിങ്ങൾ ചെറിയ ഒരു $10 USDT ഒക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, എത്തേറിയമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മിനിമം ഒരു അവരുടെ ഇപ്പോൾ IDO റേറ്റ് വെച്ചിട്ടാണെങ്കിലും ഈ 226 ടോക്കണിന് ഒരു $15 വാല്യൂ വരും. IDOയിൽ വെച്ചിട്ട് അവർ പ്രീ സെയിൽ ചെയ്തത് അനുസരിച്ചാണെങ്കിൽ. അപ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു 10 ഇരട്ടി ഒക്കെ മേളിലൊക്കെ ആയിരിക്കും ലിസ്റ്റിംഗ് ആകുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ വന്നിട്ട് ഉള്ള ഒന്നാണ് സത്തോഷി ആപ്ലിക്കേഷനിൽ തന്നെ പുതിയൊരു എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. സത്തോഷി ആപ്ലിക്കേഷൻ നമ്മൾ കുറേ വിഡ്രോ നമുക്ക് കിട്ടി. ഇപ്പോൾ ആൾറെഡി കുറേ പെൻഡിങ് വിഡ്രോസ് ഉണ്ട്. ഞങ്ങൾ മെയിൻ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും.
അപ്പോൾ ഇവിടെ പുതിയൊരു എൻസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ടോക്കൺ ഇവിടെ കാണുന്നുണ്ട്. ഇതുവരെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാത്തവർ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആൾറെഡി ഇത് മൈനിങ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ വന്ന് എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്യുക. അത് ഒരൊറ്റ മാസത്തെ എയർ ഡ്രോപ്പാണ് നടക്കുന്നത്. അപ്പോൾ കുറേ എയർ ഡ്രോപ്പുകൾ നമുക്ക് ഇതിൽ കിട്ടിയതിൽ ഇതുവരെ വിഡ്രോ കിട്ടിയിട്ടില്ല. ഇതിലിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് BTC കുറച്ച് കാണുന്നുണ്ട്, അത് വിഡ്രോ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് കോർ 1 ഒരു 91 കോർ വിഡ്രോ കിട്ടാനുണ്ട്. എത്തേറിയം ഇല്ല. അത് കഴിഞ്ഞ് ഓപ്പൺ എക്സ് കുറേ വിഡ്രോ കിട്ടാനുണ്ട്, പക്ഷേ ഇത് വലിയ വാല്യൂ ഒന്നുമില്ല. ലിസ്റ്റായിട്ടുണ്ട്. OG ടോക്കൺ വിഡ്രോ കിട്ടാനുണ്ട്. അതുപോലെ തന്നെ കോളൻ്റ് വിഡ്രോ കിട്ടാനുണ്ട്. CTO കുറച്ച് വിഡ്രോ കിട്ടി, നമ്മൾ സ്റ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ബാക്കി വിഡ്രോ കിട്ടാനുണ്ട്. ഓക്കെ, ഈ ഹെവൻ 1 H1 നമ്മൾ മൈനിങ് ചെയ്തിരിക്കുന്ന ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്കൊരു 117 ടോക്കൺ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് വിഡ്രോ കിട്ടുന്നില്ല. ഓക്കെ, അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും വിഡ്രോ കിട്ടുക. അത് കഴിഞ്ഞ് ഒരു ആക്ക എന്ന് പറയുന്ന ഒരു ടോക്കൺ മൈൻ ചെയ്തായിരുന്നു, അത് നമുക്ക് വിഡ്രോ കിട്ടിയിട്ടില്ല. ഇപ്പോൾ വന്നിട്ട് EIN എന്ന് പറയുന്ന ഈ ടോക്കണിൻ്റെയാണ് മൈനിങ് നടക്കുന്നത്. ഇതിലിപ്പോൾ എനിക്ക് 3.70 ടോക്കൺ ആയിട്ടുണ്ട്. നിങ്ങൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ടോക്കൺസ് കളക്ട് ചെയ്യുക. ബാക്കി വിഡ്രോ ഒക്കെ വരുന്നതനുസരിച്ച് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് അറിയിക്കും. ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, സത്തോഷി ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ട്. പഴയ ഏതെങ്കിലും യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് കാണും. മലയാളത്തിൽ വീഡിയോസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ ഒത്തിരി വീഡിയോസ് കാണും. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ നോക്കിയതിന് ശേഷം ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൽ വെരിഫിക്കേഷൻ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുക. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലം ഉണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ കുറേ നാളുകളായിട്ട്, എനിക്കൊന്ന് 1 വർഷത്തോളമായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നില്ല. കൊടുക്കാത്തതിൻ്റെ ഒരു കാരണം, അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തതിന് ശേഷം ഒന്നുകിൽ അവർ എന്തെങ്കിലും അവരുടെ പ്രോജക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ വേറെ പ്രോജക്റ്റുകളൊന്നും പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നതല്ല. പിന്നെ കുറേ അറിവുള്ളവരായിരിക്കും, അവർ പിന്നെ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ അത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഞാൻ കുറച്ച് പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾ എൻ്റെ റെഫറൽ ടീമിലൊക്കെ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിരിക്കുക. അത്യാവശ്യം എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും ഗ്യാസ് ഫീയോ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ റെഫറൽ ടീമിന് വേണ്ടിയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ എന്നുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.